ഹായ് ആൾ. ഇന്ന് നമുക്ക് ഈ പനങ്കായ പഴം വെച്ചിട്ട് ഒരു കഴിക്കാനുള്ളൊരു പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ പനയ്ക്കകത്തു നിന്ന് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്, പാം ഫ്രൂട്ട് എന്ന് പറയും. പക്ഷേ ഇത് നമ്മുടെ ഈ വെസ്റ്റ് ബംഗാളിലെ ഇത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ശരിക്കും ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ഈ ഫ്രൂട്ട് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇത് ഇന്ന് ഫ്രൂട്ട് കണ്ടപ്പം ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ആദ്യം നമുക്കിത് കൊണ്ടുവന്നിട്ട് ഇത് നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് 3 പീസായിട്ട് വരും. അപ്പം 3 പീസ് നമുക്ക് ഇതേപോലെ എടുത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് പക്ഷേ ഭയങ്കര നാരാണ് കേട്ടോ ഇത്. മറ്റേ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പം. പിന്നെ അത് ഇച്ചിരി ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് നമുക്ക് ആ ജ്യൂസൊക്കെ അതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതിങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ ആ വെള്ളത്തിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പിഴിഞ്ഞ് അത് നല്ല കഴിക്കാൻ നല്ലൊരു വേദനയാണ്. പക്ഷേ എങ്കിലും ഫൈനൽ റിസൾട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ ഈ ചോപ്പ് ചെയ്യുന്നൊരു സാധനം നമ്മുടെ എല്ലാ വീടുകളിലും കാണും. അപ്പോൾ എല്ലാവരും അത് വെച്ചിട്ട് നമുക്ക് അതിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. അതൊരു ഭയങ്കര പണിയാണ്. പക്ഷേ എങ്കിലും കഴിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മെനക്കെട്ടിരുന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനലി നമുക്കിത് ഇങ്ങനൊരു മറ്റേ ലിക്വിഡ് ടൈപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്കിങ്ങനെ ഈ വലിയൊരു അരിപ്പ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാം. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ പിന്നെ ഒരു നല്ലൊരു തോർത്തിനകത്ത് കെട്ടി ആ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ അത് നമുക്ക് വേണ്ടത് കുറച്ച് റവ വേണം, പിന്നെ കുറച്ച് മൈദ വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഷുഗർ പൗഡർ, പിന്നെ കുറച്ച് തേങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിനകത്ത് വേണ്ടത്. അപ്പം ഇത് ആ ജ്യൂസെല്ലാം നമ്മൾ നല്ലതായിട്ട് ആ നാരൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ റവ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള മൈദ, പിന്നെ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ വെള്ളം അന്നേരം ഒഴിക്കരുത് കേട്ടോ. പിന്നെ തേങ്ങ നമുക്ക് കട്ടിയായിട്ട് വേണമെങ്കിൽ അരിഞ്ഞിടാം. ഞാനിവിടെ ചിരകിയതായതുകൊണ്ട് അത് തന്നെ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം അനുസരിച്ച്, ഇപ്പം മധുരം ഇല്ലാത്തവർക്ക് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഷുഗർ ഫ്രീ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അധികം കഴിക്കരുത് കേട്ടോ. ആവശ്യത്തിന് വേണ്ടി മാത്രമേ കഴിക്കാവുള്ളൂ, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഞാനിവിടെ പിന്നെ മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അരിപ്പൊടി വേണ്ടവർക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിൽ, പിന്നെ അത്യാവശ്യം ഒത്തിരി ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുറച്ച് വെക്കാം. ഇനി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് ഇതേപോലെ അടച്ച് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് നല്ലൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ, ഇതിന് കുറച്ച് എണ്ണ കൂടുതൽ യൂസാവും. അതുകൊണ്ട് ടേസ്റ്റിന് വേണ്ടി മാത്രമേ എല്ലാവരും കഴിക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന എണ്ണ പലഹാരം വാരി വലിച്ച് കഴിക്കുന്നത് ശരിയല്ല ശരീരത്തിന്, അതെല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും അതിങ്ങനെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ കയ്യിൽ കുറേശ്ശെ എടുത്ത് നമുക്കിതേപോലെ, പക്ഷേ ഇതൊത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്രൗൺ കളറാവുന്ന രീതിയിൽ മാത്രം ആകുമ്പോഴത്തേക്കിനും നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അവിടെ തന്നെ നിന്ന് ഇത് ചെയ്യണം. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും എന്നാലും ഒരു ചെറിയൊരു ബ്രൗൺ കളറായി എങ്കിലും കുഴപ്പമില്ല. ഇച്ചിരിയും കൂടെ ഇതിനേക്കാട്ടിലും മുമ്പിലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഇത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മറ്റേ ആ ചക്കപ്പഴത്തിൻ്റെ മണമൊക്കെ ഇപ്പം മാറി. പക്ഷേ ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. പക്ഷെ നമ്മുടെ നാട്ടിലിത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവർ ഈ ലക്ഷ്മി പൂജയുടെ സമയത്താണ് ഇതിവിടെ ഉണ്ടാക്കുന്നത് മെയിനായിട്ട്. എല്ലാ ബംഗാളിലുള്ള ആൾക്കാരും ലക്ഷ്മി പൂജയുടെ ടൈമിൽ ഇതുണ്ടാക്കും. അങ്ങനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.